തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ മിഷൻ ക്വാർട്ടേഴ്സിലെ അരിസ്റ്റോ റോഡ് ഉദ്ഘാടനം ചെയ്ത് ഡെപ്യൂട്ടി മേയർ. കോർപ്പറേഷന്റെ ഔദ്യോഗികമായ റോഡ് ഉദ്ഘാടനം 12-ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നടത്താനിരിക്കെയാണ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി റോഡ് ഉദ്ഘാടനം ചെയ്തത്. ബുധനാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് മാറ്റിയത് തന്നെ അറിയിച്ചിരുന്നില്ലെന്നും ജനങ്ങളുടെ കൂടെയാണ് താനെന്നും ഡെപ്യൂട്ടി മേയർ എം എൽ റോസി പറഞ്ഞു. ജനോപകാരമായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൊണ്ടാണ് വെള്ളം വെളിച്ച റോഡ് എന്നുള്ള ആ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരാൻ കാരണം. എനിക്കുള്ള കിഴി വേറെ ഉണ്ടാവും, സാരമില്ല, ഞാനതൊക്കെ സഹിച്ചുകൊണ്ട്. അത് മേയർ, അതായത് അവിടെ നിയന്ത്രിക്കുന്നത് കുറച്ച് താൽക്കാലിക ജീവനക്കാരാണ്. അപ്പോൾ വളരെ വിഷമമുണ്ടെങ്കിലും ഇനി 3 മാസം കൂടിയല്ലേ ഉള്ളൂ. പറയുന്നോടത്ത് അടിക്കാൻ എനിക്കറിയാം, പക്ഷെ ഞാനെല്ലാം കുറച്ചൊക്കെ 75% ക്ഷമിക്കുക. പക്ഷെ ഇതൊന്നും നല്ല പ്രവണതയില്ല. ആര് ഭരിച്ചാലും ഭരണം എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നവരെ എന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ എന്ന എം എൽ റോസി എന്ന ഡെപ്യൂട്ടി മേയർ. റോഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടത്താനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കൗൺസിൽ യോഗമുള്ളതിനാൽ അത് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന മേയറുടെ നിർദ്ദേശമനുസരിച്ച് മേയറെ ഉദ്ഘാടകനാക്കി മേയർക്ക് ക്ഷണക്കത്ത് നൽകി. പിന്നീട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഇടപെടലിൽ ഔദ്യോഗിക ഉദ്ഘാടനം 12-ലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച തന്നെ ഉദ്ഘാടനം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഇത് നിരന്തരം കൗൺസിലിലെ ഈ ഡിവിഷണൽ കൗൺസിലർമാരായ ലീല ടീച്ചറും സിന്ധു ആൻഡോ ചാക്കോളയും നിരന്തരം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. ഒരുപാട് നാൾ 2-3 വർഷക്കാലം ഇത് അനുവദിച്ചു തന്നില്ല. കൗൺസിൽ ഹോളിനകത്തും പുറത്തു നടത്തിയ സമരങ്ങളിലൂടെയാണ് ഇത് ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. ആ ഫണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായി. മേയർ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു. മേയർ മറ്റൊരു ഉദ്ഘാടനം നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ വന്നു. ഡെപ്യൂട്ടി മേയർ ഭരണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി മേയർ വന്ന് ഉദ്ഘാടനം നടത്തി എല്ലാവർക്കും ഈ റോഡ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മിഷൻ ക്വാർട്ടേഴ്സ്, പള്ളിക്കുളം ഡിവിഷനുകളിൽ ഉൾപ്പെട്ട ഈ റോഡിൽ ടൈൽ വിരിക്കൽ പൂർത്തിയാക്കിയത്. ഡിവിഷനുകൾക്ക് നൽകുന്ന 70 ലക്ഷം രൂപ തികയാത്ത നിർമ്മാണമായതിനാൽ കോർപ്പറേഷൻ പ്രത്യേക താൽപ്പര്യമെടുത്തായിരുന്നു പദ്ധതി പൂർത്തിയാക്കിയതെന്നും ഇത്തരം വലിയ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രിമാരെ വിളിച്ചാണ് നടത്താറുള്ളതെന്നുമാണ് മേയറുടെ നിലപാട്. സമീപത്തെ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ബദൽ മാർഗമായി പ്രയോജനപ്പെടുത്തുന്നത് ഈ റോഡാണ്. ഇവിടുത്തെ കൗൺസിലർമാരായ ലീല വർഗീസും സിന്ധു ആൻഡോ ചാക്കോളയും റോഡ് നിർമ്മാണം വൈകുന്നത് പലതവണ കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നടുത്തളത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷൻ കൗൺസിലർ ലീല വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, പള്ളിക്കുളം ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, പ്രമുഖ വ്യാപാരി ജോസ് ആലുക്ക, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ.